ഹരേ രാമ ഹരേ കൃഷ്ണ. മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്കുള്ള സൂര്യന്റെ പ്രവേശന സമയത്തെ കേന്ദ്രീകരിച്ചാണ് വിഷുഫലം നാം നിർണ്ണയിക്കുന്നത്. ഇവയോടൊപ്പം നവഗ്രഹങ്ങളുടെ സ്വാധീനവും പ്രധാനമാണ്. രാഹു, കേതു, വ്യാഴം, ശനി, സൂര്യൻ, ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങളുടെ രാശിസഞ്ചാരം വളരെയധികം പ്രധാനമാണ്. ഇവയെല്ലാം കൂടി വിലയിരുത്തപ്പെടുമ്പോൾ 2024 വിഷുഫല പ്രകാരം ഗജകേസരി യോഗമുള്ളവർ 6 നക്ഷത്രക്കാരാണ്. ചതയം, ചോതി, തിരുവാതിര എന്നിവയാണ് ആദ്യ നക്ഷത്രക്കാർ. ഇനി ചതയം നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ്. ആദർശ ധീരരായിരിക്കും ഇവർ. ആത്മീയത, ഔദാര്യശീലം ഇവ ചതയം നക്ഷത്രക്കാരുടെ പൊതുവായ പ്രത്യേകതകളാണ്. സൗഹൃദങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ് ഇവർ. ശത്രുക്കൾ ഏറെ ഉണ്ടാകുമെങ്കിലും ഉള്ളത് നേരെ തുറന്നു പറയുന്ന രീതിയാണ് ഇവർക്ക്. ഇനി ചോതി നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ്. ഇവർ വളരെയധികം ദാനശീലരാണ്. നിർബന്ധ ബുദ്ധിയാണേൽ പിന്നെ പറയേണ്ട കാര്യമില്ല. സ്നേഹത്തിനു മുന്നിൽ ഇവർ അടിയറവ് പറയുന്ന സ്വഭാവക്കാരാണ്. എന്നാൽ ദേഷ്യം ആണെങ്കിൽ ഒരു സ്ഥലകാല ബോധമില്ലാതെ പെരുമാറുന്ന പ്രാകൃതമാണ് ഇവർക്ക്. നിരവധി ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും ഇവർ ഇരയാകേണ്ടി വരും. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. ഇവർ അനവധി വിഷയങ്ങളിൽ പരിജ്ഞാനമുള്ളവരും ധനസമ്പാദനത്തിൽ അതീവ ശ്രദ്ധാലുക്കളുമാണ്. ഇവർ പൊതുവെ പരസ്യമായി സംസാരിക്കുന്നവരും സൗഹൃദം വളരെയധികം ഉള്ളവരുമാണ്. ഏതു കാര്യത്തിനും യുക്തിപരമായി വാദിക്കുകയും എല്ലാ ആളുകളുമായി ഇടപഴകി ജീവിക്കുന്നവരുമാണ് ഇവർ. ബുധന്റെ രാശാധിപത്യമാണ് ഇതിനു കാരണം. ദുർവാശിയും ദുരഭിമാനവും കൂടുതലുള്ളതിനാൽ അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ ഇവർക്ക് ലഭിക്കുകയുമില്ല. ഒന്നിലും ഒരു സ്ഥിരതയില്ലായ്മയാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ചഞ്ചലചിത്തരും സഹനശക്തി വളരെയധികം കുറവുള്ളവരുമായിരിക്കും. തൻ്റെ ആശയങ്ങളോട് മറ്റുള്ളവർ യോജിക്കുന്നില്ല എന്ന് കണ്ടാൽ അവരുമായി പെട്ടെന്ന് തന്നെ വിരോധം പ്രകടിപ്പിക്കും. ജീവിതവും പെരുമാറ്റവും മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്ന നക്ഷത്രക്കാരാണ് ഇവർ. ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ വളരെയധികം കുറവായിരിക്കും. ഭാഗ്യാധിപനായ ശനിയുടെ അഷ്ടാധിപത്യമാണ് ഇതിന് കാരണം. ശനിയുടെ അഷ്ടാധിപത്യം ആയുസ്സിനും വളരെയധികം ഗുണകരമാണ്. മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ ഇവർ ഒരു രീതിയിലും ഇഷ്ടപ്പെടുന്ന നക്ഷത്രക്കാരല്ല. ഇവർക്ക് കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഗ്രഹിക്കുവാനുള്ള കഴിവ് വളരെയധികം ഉണ്ടാകും. ഇനി വിഷുഫല പ്രകാരമുള്ള ഗജകേസരി യോഗം ആരൊക്കെയാണ് നേടുവാൻ പോകുന്നത് എന്ന് നോക്കാം. ഇവർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരും. ജ്യോതിശാസ്ത്രത്തിലെ പ്രധാന ഫലങ്ങളിൽ ഒന്നാണ് വിഷുഫലം. 2024 വിഷുഫല പ്രകാരം ഗജകേസരി യോഗവും ലോട്ടറി ഭാഗ്യവും ഈ നക്ഷത്രക്കാർക്കാണ് വന്നു ചേരുവാൻ പോകുന്നത്. ജ്യോതിഷപ്രകാരം പറയുന്ന ഫലങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വിഷുഫലം. വിഷു മലയാളിക്ക് വളരെയധികം പുതുവർഷ തുടക്കം എന്നാണ് വിശ്വാസം. ഇതിനാൽ തന്നെ വിഷുഫലവും ഏറെ പ്രധാനം തന്നെയാണ്. 2024 വിഷുഫല പ്രകാരം ചില നക്ഷത്രക്കാർക്ക് ഗജകേസരി യോഗവും ചിലർക്ക് ലോട്ടറി ഭാഗ്യവും വന്നു ചേരും. ജ്യോതിഷത്തിലെ പ്രധാന യോഗമാണ് ഗജകേസരി യോഗം. ഗജം എന്നാൽ ആനയെന്നും കേസരി എന്നാൽ സിംഹവും എന്നാണ് അർത്ഥം. ഈ യോഗമുള്ളവർക്ക് ശക്തിയും സമ്പത്തും സൽപ്പേരും നേതൃത്വ ഗുണങ്ങളുമെല്ലാം വന്നു ചേരും. നേതാവാകാൻ സാധ്യതയുള്ളവരും പണക്കാരാകാൻ യോഗമുള്ളവരുമാണ് ഇവർ. ദീർഘായുസ്സും ബുദ്ധിയും വളരെയധികം കൂടിയുള്ളവരാണ് ഇവർ. ഗജകേസരിയുള്ളവർ ജ്യോതിഷപ്രകാരം ചന്ദ്രനും വ്യാഴവും ബലവത്താണെങ്കിൽ ഈ യോഗം വന്നു ചേരുന്നത്. 6 നക്ഷത്രക്കാർക്കാണ് ഈ 2024 വിഷുഫല പ്രകാരം ഗജകേസരി യോഗം വന്നു ചേരുവാൻ പോകുന്നത്. കേസരി എന്നത് സിംഹത്തിന്റെ കരുത്തും പ്രൗഢിയുമാണ്. ഇതിനാൽ ഫലം അത്യധികം ശ്രേഷ്ഠമാകും. കാർത്തിക, ഉത്രം, ഉത്രാടം എന്നിവയാണ് ഈ നക്ഷത്രക്കാർ.
ഇവർക്ക് ഒരു സുപ്രഭാതത്തിൽ കുതിച്ച് ചാട്ടമാണ് വന്നു ചേരുന്നത്. ഇത് വീട്ടിലോ കർമ്മ മേഖലയിലോ ആകാം. ധാരാളം ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ വളരെയധികം സുഖഭോഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. നല്ല കാലമാണ് നിങ്ങൾക്കിനി വന്നു ചേരുവാൻ പോകുന്നത്. ചതയം, ചോതി, തിരുവാതിര എന്നിവയാണ് നക്ഷത്രക്കാർ. ഇവരുടെ പുനർജന്മമാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. നിങ്ങളുടെ ആരോഗ്യം വളരെയധികം പുഷ്ടിപ്പെടും. സാമ്പത്തിക രംഗത്ത് ഇവർക്ക് ഇതുവരെ അനുഭവിച്ചിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഇനി അകന്നു പോകുന്നതാണ്. ഇതുവരെ നേരിടേണ്ടി വന്നതെല്ലാം മാറി നല്ല കാലമാണ് നിങ്ങൾക്കിനി വന്നു ചേരുവാൻ പോകുന്നത്. നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പല കാര്യങ്ങളും പല ധന നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ലോട്ടറി ഭാഗ്യമാണ് അടുത്തത്. സൂര്യൻ മേടത്തിലേക്ക് സംക്രമിക്കുന്നതിനാൽ ഭാഗ്യം ലഭിക്കുന്നവർ, അതായത് ലോട്ടറി ഭാഗ്യം ലഭിക്കാൻ യോഗമുള്ളവർ 4 നക്ഷത്രക്കാരാണ്. ധനഭാഗ്യം എന്നു തന്നെ പറയാം. ഇത് പൂരാടം, മകയിരം, ആയില്യം, രേവതി എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ മഹാഭാഗ്യം വന്നു ചേരുവാൻ പോകുന്നത്. വിഷുഫലപ്രകാരം ഇവർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരും. വ്യാഴം, ശനി, ചൊവ്വ, ശുക്രൻ എന്നിവയുടെ സ്ഥാനമായ 2ാം ഭാവത്തെ ദോഷമായി ബാധിക്കുകയില്ല. രാഹുവും കേതുവും നല്ല ഫലം നൽകുന്നതിനാൽ ഇവർക്ക് ലോട്ടറി ഭാഗ്യം ഉറപ്പായിട്ടും വന്നു ചേരുന്നതാണ്. ഇതുവരെ അനുഭവിച്ചിരുന്ന എല്ലാ കഷ്ടതകളും അകന്നുപോയി ജീവിതത്തിൽ ഇനി വെച്ചടി ഉയർച്ചയാണ് ഇവർക്ക് വന്നു ചേരുവാൻ പോകുന്നത്. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച എല്ലാ സ്വപ്നങ്ങളും ഇനി പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഇനി ജീവിതത്തിൽ തോൽവി എന്ന ഒരു ഭാഗം നിങ്ങൾക്കില്ല. എല്ലാം ഉയർച്ചയിലേക്കാണ് നിങ്ങളുടെ ജീവിതം എത്തിപ്പെടുവാൻ പോകുന്നത്. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രയാസമേറിയ കാര്യങ്ങൾ വന്നിട്ടുണ്ടാകാം. ഇതുമായി നിങ്ങൾക്ക് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥ വരെ വന്നിട്ടുണ്ടാകും. ഇതെല്ലാം മറന്ന് ഇനി നല്ല കാലമാണ് വന്നു ചേരുന്നത്. സമൂഹത്തിൽ നിന്നും അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കും. ഊഹക്കച്ചവടം പോലും നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. രാജാവിനെ പോലെ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ധന നിക്ഷേപങ്ങളിലൂടെ വളരെയധികം ധനം നിങ്ങൾക്ക് ലാഭമായി നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും. നിങ്ങളുടെ തൊഴിൽപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം വന്നു ചേരും. നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന പാഴ്ചിലവുകൾ മാറും. നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. തൊഴിൽപരമായി നല്ല സമയമാണ് നിങ്ങൾക്ക്. പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂല സാഹചര്യങ്ങൾ വിദ്യാർത്ഥികൾക്കും പഠിക്കുന്ന വ്യക്തികൾക്കും വന്നു ചേരും. വിദേശ യാത്രകൾക്കും വിദേശത്ത് ജോലി ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. അനുകൂലമായ ഫലങ്ങളാണ് നിങ്ങൾക്ക് ഇനി വന്നു ചേരുവാൻ പോകുന്നത്. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.